Artificial love, we just make it up, 'cause reality will never be. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഫസ്റ്റ് കണ്ട പോലെ തന്നെ നമ്മളെ വീടിൻ്റെ വീഡിയോ ആണ് നമ്മൾ ആദ്യം കൊടുത്തിരുന്നത്. കുറേ ദിവസം കൊണ്ട് നമ്മൾ പറയുകയാണ് വീടിൻ്റെ വീഡിയോ ഇടാം. ഇപ്പോഴാണ് നമുക്ക് എല്ലാ പണിയൊക്കെ ചെയ്ത് സെറ്റായത്, ഇൻറ്റീരിയറെല്ലാം കംപ്ലീറ്റ് ആയി. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ വീട് വെച്ച ശേഷം ഇതിനകത്തൊരു കോമ്പറ്റീഷനിൽ കപ്പടിച്ച് സംഭവം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാർക്കും ബ്ലാക്കും കൂടെ നടത്തിയ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, ബെസ്റ്റ് ഹൗസിൻ്റെ. അതിൻ്റെ ഒരു കപ്പടിച്ച് അതിൻ്റെ കാര്യങ്ങൾ അങ്ങോട്ട് പോകുന്ന രീതിക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മുടെ ഈ വീട് മൊത്തം കാണിച്ചു തരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം അരുവിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ഇവിടെ ചെറിയൊരു നമ്മുടെ ഫാം പോലത്തെ ഒരു സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പം ഈ ഒരു സൈഡിൽ നമ്മുടെ ഷീപ്പും കവുവും ആയിരിക്കും വരുന്നത്. ഈ രണ്ടെണ്ണത്തിൽ ഒരെണ്ണത്തിൽ ഷീപ്പും ഒരെണ്ണത്തിൽ കവുവും. അപ്പുറത്തെ സൈഡിൽ ഇതൊരു സംഭവം ഉണ്ടായിരുന്നത് നമുക്ക് പിഗിനെ പിടിച്ചിടാം. അപ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ പ്ലാൻ. ഇവിടെ കുറച്ച് ചെസ്റ്റും ക്രാഫ്റ്റിൻ്റെ ഉള്ളെല്ലാം ഇരിപ്പുണ്ട്. പിന്നെ അവിടെ കുറച്ച് ഹേബയിലും അതെല്ലാം ഇരിപ്പുണ്ട്. പിന്നെ എൻ്റെ തൊട്ട് മുമ്പിൽ ഒരു ഫാമും ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പൊട്ടറ്റോയും വീറ്റും ക്യാരറ്റും എല്ലാം ഉണ്ട്. പിന്നെ നടുക്ക് ഒരു കുറച്ച് പംകിൻ ഇരിപ്പുണ്ട്. പിന്നെ അപ്പുറത്ത് ഷുഗർ കെയിൻ ഇരിപ്പുണ്ട്. അങ്ങനെ ഒരു ചെറിയൊരു ഫാമിങ്ങിനെ നമ്മളോട് സെറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷെ കാണാൻ ഒരു നൈസാണ്. പിന്നെ നമുക്ക് ഫുഡും കിട്ടും. അതാണ് ഈ ഒരു സൈഡ്. പിന്നെ നമ്മുടെ വീടിൻ്റെ സൈഡ് വ്യൂ ആണ് ഈ കാണുന്നത്. അത്യാവശ്യം നൈറ്റൊക്കെ ആകുമ്പോഴാണ് ഏറ്റവും കിടലായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ കുറച്ച് ബെറിയൊക്കെ വെച്ചിട്ടുണ്ട്. അതും നമുക്ക് ഫുഡായിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ കുറച്ച് ഫർണസുകളൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഈ വീടിൻ്റെ നടുക്കായിട്ട് ഒരു ചെറിയ ഫൗണ്ടൻ പോലത്തെ ഒരു സെറ്റപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു മീൻ ഉണ്ടായിരുന്നത് എന്ത് ചെയ്യാന്നോ തല്ലിക്കൊന്നും തോന്നുന്നില്ല. നമുക്ക് അപ്പുറത്തെ വശത്തോട്ട് പോയി കാണിച്ചു തരും. ഇവിടെ പിന്നെയും കുറച്ച് ഫർണസുകൾ ഇരിപ്പുണ്ട്. ഇവിടെ മറ്റേ ബെറി പിന്നെയും ഉണ്ട്. അതുപോലെ അപ്പുറത്തെ വശത്ത് പോലെ ഇപ്പുറത്തെ വശം സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒറ്റ കൂടെ ഉള്ളൂ, അത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു വ്യത്യാസം വരുന്നത്. ഇവിടെ ഒരു ക്യാരറ്റാണ് മേജറായിട്ട് നട്ടിരിക്കുന്നത്. പിന്നെ ഈ വീടിന് രണ്ട് സൈഡിൽ നിന്ന് ഫാം ചെയ്താൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് നമുക്ക് കിട്ടും. അതുകൊണ്ട് ഫുഡിനൊന്നും ഇവിടെ ഒരു പ്രശ്നമില്ല. പിന്നെ ഈ സൈഡിൽ നമുക്കൊരു ചെറിയ സെറ്റപ്പ് കാണാം. ഇവിടെ പിഗിന് ഇടാനാണ് ഞാൻ വിചാരിക്കുന്നത്. അതോ അപ്പുറത്ത് പിഗിന് ഇടണമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഒന്നും ഇല്ല, കാലിയായിട്ട് ഇടകുവാണ്. അപ്പോൾ ഈ രണ്ട് സൈഡിൽ ഇത്രയേ ഉള്ളൂ. ഞാൻ അടുത്ത് നമ്മുടെ വീടിൻ്റെ അകത്തോട്ടുള്ള എൻട്രിയാണ്. ഇതാണ് നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല സമയവും റിസോഴ്സും എടുത്തിട്ട് തന്നെയാണ് ഇത് പണിഞ്ഞിരിക്കുന്നത്. അവിടെ കുറച്ച് ലാൻഡേണും ഫ്ലവേഴ്സും എല്ലാം ഉണ്ട്. ഇത്രയും വുഡിനൊക്കെ വേണ്ടി എത്ര ഡീഫോറസ്റ്റേഷൻ ചെയ്തെന്നറിയാമോ? ഒത്തിരി ദിവസം കഷ്ടപ്പാടാണ്. ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ബിൽഡിൽ. എനിക്ക് 100% സന്തോഷം തന്നൊരു ബിൽഡ് തന്നെയാണ്. ഇത് പണിഞ്ഞ് തീർന്നപ്പോൾ ഉള്ള ഒരു സന്തോഷം. നമുക്ക് ഈ വീടിൻ്റെ അകത്തോട്ട് കയറുങ്ങളെ എല്ലാം കാണിച്ചു തരും എന്തൊക്കെയാണ് അകത്തുള്ളതെന്നൊക്കെ. ഒരു വഴി നമ്മൾ ചെറിയൊരു എന്നാലും എസ്തറ്റിക് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ സെക്കൻഡ് ഫ്ലോർ ഉണ്ട്. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് അകത്തോട്ട് കയറി നോക്കാം. ഫ്രണ്ടിൽ തന്നെ ഉണ്ട് ലീഫും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് അകത്തോട്ട് കയറി കാണിച്ചു തരാം. അകത്തോട്ട് കയറുമ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ ഒരു ക്ലോക്കും രണ്ട് മേളിലോട്ട് പോകുന്ന സ്റ്റെയറും ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്. നമുക്ക് അത് ഈ ഒരു സൈഡിലെ കാര്യങ്ങൾ കാണിച്ചു തരാം. എന്താ ഇവിടെ നേരെ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഒരു സോഫ പോലത്തെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇവിടെ നമ്മൾ ക്യാമ്പ് ഫയർ ഒക്കെ വെച്ച് ഒരു ചിമ്മിനി പോലത്തെ ഒരു സെറ്റപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതൊരു ബ്ലൂ തീമിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ബിൽഡാണ് ഈ ഒരു സൈഡ് വരുന്നത്. പിന്നെ ഇവിടെ രണ്ട് ഗ്രാനൈറ്റിന്റെ സാധനം ഇരിപ്പുണ്ട്. നമുക്കിനകത്ത് ഇരിക്കാനും പറ്റും. പിന്നെ ഇതിന് നേർക്കുള്ള സ്ഥലത്ത് ഇവിടെ ബ്രൂയിങ് സ്റ്റാൻഡ് സംഭവങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അത്യാവശ്യം നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്യാം. ഇവിടെ ഇരിക്കണമെങ്കിൽ ഇവിടെ ഇരിക്കാം. ക്രാഫ്റ്റിന്റെ ഇവിടെ ഇരിപ്പുണ്ട്, ബ്രൂയിങ് സ്റ്റാൻഡ് ഇരിപ്പുണ്ട്, ഇവിടെ കോൾഡ്രൺ ഇരിപ്പുണ്ട്, ലാൻഡ് സ്റ്റോൺ ഇരിപ്പുണ്ട്, എല്ലാം ഇരിപ്പുണ്ട്. ഇവിടെ ഇതും ഒരു ചെറിയ രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ കുറച്ച് ബാരലുകൾ മേടി ഇരിപ്പുണ്ട്, എല്ലാ സംഭവങ്ങളും. ഇതും നമ്മൾ ജസ്റ്റ് എസ്തെറ്റിക്കിന് വേണ്ടി ചെയ്തതാണ്. ഈ ഒരു സൈഡ് ഇത്രേ ഉള്ളൂ. നമുക്ക് ഇനി അടുത്ത സൈഡിലോട്ട് പോയി നോക്കാം. ഇവിടെ നമ്മുടെ ഒരു കിച്ചൺ പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫുഡ് സംഭവങ്ങളെല്ലാം വെക്കാവുന്ന രീതിയിൽ ഇവിടെ കുറച്ച് ബാരലുകൾ വെച്ചിട്ടുണ്ട്. ഇവിടെ ഫുഡ് ഐറ്റംസും ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ. പിന്നെ ഇവിടെ കിച്ചൺ തുറന്നകത്തോട്ട് കയറിയാൽ ഇവിടെ നമുക്കൊരു ഫ്രിഡ്ജ് കാണാൻ സാധിക്കും, ഒരു ഫർണസ്, ഒരു കോൾഡ്രൺ, രണ്ട് ബ്ലാസ്റ്റ് ഫർണസ്, ഒരു കേക്ക്. ഇവിടെ നമ്മുടെ ചെറിയൊരു ചിമ്മിനി പോലത്തെ ഇവിടെ ഒരു ചെറിയ സെറ്റപ്പ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചുമ്മാ വെച്ചേക്കാണ്. ഇവിടെ ഹോപ്പറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ. പിന്നെ അപ്പുറത്ത് വശത്ത് നമുക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നടുക്കൊരു കപ്പും 4 സൈഡ് സീറ്റും
ആയിട്ടുള്ളൊരു ടേബിളാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ബാക്കിൽ നമുക്കിവിടെ ചെസ്റ്റുകളുണ്ട്. പിന്നെ അടുത്ത നമ്മുടെ രണ്ടാമത്തെ ഫ്ലോറാണ്. നമുക്ക് രണ്ടാമത്തെ ഫ്ലോറിലോട്ട് കയറാം. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇവിടെ ഒരു ക്ലോക്ക് കാണാൻ സാധിക്കും. നമുക്ക് മണ്ടലോട്ടും ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഇവിടെ നമുക്ക് ആദ്യം നമ്മൾ കാണുന്നത് ഒരു ഡോഗിൻ്റെ ഒരു ഹൗസാണ്. കാരണം എനിക്ക് ഡോഗിനെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരു പ്രത്യേകമായിട്ടൊരു ഡോഗിന് വേണ്ടി മാത്രം ഒരു സെറ്റപ്പ് വേണമെന്ന് വിചാരിച്ചത് മാത്രം ചെയ്തത്. ഇപ്പോൾ ഡോഗിൻ്റെ ബോൺ ഇരിപ്പുണ്ട്. പിന്നെ ഇതിനകത്തോണ്ട് ഇടണം കേട്ടോ. 3 പുറത്തിരിപ്പുണ്ട്. അതിനെ 3 ഇവിടെ കൊണ്ട് ഇടണം. ഞാൻ ഇച്ചിരി റിച്ച് ആയതുകൊണ്ട് അകത്ത് ഗോൾഡൻ ആപ്പിളാണ് എൻ്റെ ആ ഷെൽഫിൽ പോലത്തെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു റൂമിൽ നമ്മൾ പംകിനാണ് ഫാം ചെയ്തിരിക്കുന്നത്. ചെസ്റ്റ് നമ്മൾ ഫുഡ് സോയ്സ് പോലാണ് സെറ്റ് ചെയ്തത്. ഇവിടെ ഞാൻ ആദ്യം വിചാരിച്ചത് നമുക്കൊരു ചെസ്റ്റ് വെച്ച് നമുക്ക് സ്റ്റോറേജ് സെറ്റ് ചെയ്യാനാണ്. പിന്നെ ഇത്രയും ചെറിയ സ്പേസ് സ്റ്റോറേജ് വെച്ചാലും വലിയ കാര്യമൊന്നും ആകാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സ്റ്റോറേജ് വെക്കാനത്. സ്റ്റോറേജ് വേറെ നമുക്ക് അഡീഷണൽ ആയിട്ട് പുറത്തോട്ട് വേറെ പണിയാം. പിന്നെ അങ്ങോട്ട് പോകുന്ന ഇവിടെ ഡോർ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോയാൽ നമ്മുടെ ബാൽക്കണി ഏരിയ ആണ്. ഇവിടെ നമ്മളെ വില്ലേജിന്റെ ഫുൾ വ്യൂ നമുക്കിവിടെ കാണാനൊക്കും. ഇത് നൈസ് ഒരു വ്യൂ ആണ്. അതിനുവേണ്ടിയാണ് ഇവിടെ നമ്മൾ ചെറിയൊരു ബാൽക്കണി പോലെ സെറ്റ് ചെയ്തത്. ഈ ഒരു ഫ്യൂച്ചർ ടൈമിൽ നമുക്കിവിടെ വേറെ ബിൽഡുകളൊക്കെ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാ ബിൽഡും കാണാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഇവിടെ സെറ്റ് ചെയ്തത്. പിന്നെ ഇവിടെ ഡോറുണ്ട്. ഇത് അപ്പുറത്തെ റൂമിലോട്ട് പോകാനുള്ള ഡോറാണ്. ഇതാണ് എൻ്റെ മെയിൻ റൂം ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ക്യാമ്പ് ഫയർ കൊണ്ടാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ചെറിയൊരു വാർഡ്രോബ് പോലെ ചെറിയ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളെ ജസ്റ്റ് നമ്മുടെ ഡിസൈനിന് വേണ്ടി മാത്രമാണ്. പിന്നെ ഇവിടെ നമ്മുടെ ഗ്രാൻഡ് സ്റ്റോണും നമുക്ക് അത്യാവശ്യമുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ ലാൻഡേൺ ഫ്ലെച്ചിങ് ടേബിൾ അതിൻ്റെ ഇപ്പുറത്തെ എല്ലാ സംഭവങ്ങളെല്ലാം ഇരിപ്പുണ്ട്. കാരണം നമുക്ക് എന്തായാലും അത്യാവശ്യം വന്നാൽ പെട്ടെന്ന് ഇവിടെ തന്നെ എല്ലാം ചെയ്യാം. ആനുവൽ ഉൾപ്പെടെയുള്ള എല്ലാം തന്നെ നമ്മൾ ഈ റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ മൊത്തം ഈ റൂമിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പുറത്തോട്ടിറങ്ങി ഇവിടെ ഒരു TV സെക്ഷൻ പോലെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഇരുന്നാലും നമുക്ക് ഇവിടെ ഇരുന്ന് TV കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ TV എന്ന് പറയുന്നത്. ഫ്യൂച്ചറിസ്റ്റിക് TV ആണ്. അതുകൊണ്ട് ഒരു പടം മാത്രമേ അത് വരത്തുള്ളൂ. ഇങ്ങനെ മാറി മാറിയൊന്നും ഇരിക്കത്തില്ല. കാരണം ഈ ഒറ്റ തന്നെ നമുക്ക് ഫോക്കസ് ചെയ്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ വീടിനകത്ത് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. എല്ലാ റൂമിൽ ഇപ്പോൾ തന്നെ കാണിച്ചു. നമ്മുടെ എല്ലാ തറ മൊത്തം നമ്മൾ വോളിലാണ് ചെയ്തിരിക്കുന്നത്. കാരണം എല്ലാ റൂമിലും ഒരു വോള് ഫിനിഷിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട് തറയിൽ. ഇതാണ് എല്ലാ റൂമിൻ്റെയും പ്രത്യേകതകൾ. പിന്നെ ഇതാണ് നമ്മുടെ വീടിൻ്റെ അകം എല്ലാ കാര്യങ്ങളും. ഈ വഴി നമുക്ക് താഴോട്ട് ഇറങ്ങാൻ പറ്റും. സ്റ്റെയറൊക്കെ നമ്മൾ താഴോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 സൈഡ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞാൽ തന്നെ ഇവിടെ സോഫ ഉണ്ട്. നമുക്ക് ഇവിടെ കിടന്നൊന്ന് ഉറങ്ങണം. രാവിലെ ആവട്ടെ, നൈറ്റ് ആയി ഇപ്പം തന്നെ. ഇത്രയാണ് നമ്മുടെ വീടിൻ്റെ അകങ്ങളും സംഭവങ്ങളും ഒക്കെ. ഈ ഒറ്റ വീഡിയോയ്ക്ക് വേണ്ടി എൻ്റെ ഒരാഴ്ചത്തെ കഷ്ടപ്പാടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് അത്രയും വല്ലാതെ തോന്നത്തില്ല. പക്ഷെ ഇത്രയും വുഡും സംഭവങ്ങളൊക്കെ മൈൻഡ് ചെയ്തെടുക്കുക ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ലായിരുന്നു അത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ള. അപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് വീടിൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് പുറത്തെ വ്യൂ ഉണ്ട്. ഇനി പുറകുവശത്തൊരു സംഭവം ഉണ്ടോ അതുകൂടെ കാണിച്ചു തരാൻ മറന്നു. നമുക്ക് എന്തായാലും പുറകുവശത്തോടെ പോയി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് വരാം. അപ്പോൾ നമ്മൾ അടുത്ത വരുന്ന ഒരു സ്റ്റോറേജ് ഹൗസ് സെറ്റ് ചെയ്യണം. കാരണം ഒരുപാട് സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടപ്പുണ്ട്. അതൊക്കെ ഒന്ന് അടുക്കിയും പറക്കൊക്കെ വെക്കാൻ വേണ്ടി ഒരു സ്റ്റോറേജ് സാധനം സെറ്റ് ചെയ്യണം. ഈ സൈഡിലോട്ട് തന്നെ ആയിരിക്കും ഞാൻ മിക്കവാറും സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് അരുവിലായിട്ട് ചെറിയൊരു വീട് പോലെ ആക്കി നമുക്ക് സെറ്റ് ചെയ്യാം. അത് നമുക്ക് ആദ്യം പുറകോട്ട് പോയിട്ട് നിങ്ങളൊരു സംഭവം ഒരു ചെറിയ സംഭവം കൂടെ ഉള്ളത് കൂടെ കാണിച്ചത് ഒരു ക്രീപ്പർ നിൽപ്പുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. നമ്മുടെ ഹോഴ്സിൻ്റെ ഒക്കെ കെട്ടാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു ഏരിയ ആണത്. അതേ ഉള്ളു ഇവിടെ. ഈ 2 വശത്തും അതേ ഉള്ളു മെയിനായിട്ട്. നമുക്ക് ആ ക്രീപ്പറിൻ്റെ നിന്ന് പൊട്ടിത്തെറി വാങ്ങാതെ ഈ സൈഡ് വഴി അങ്ങ് പോകാം. മര്യാദക്ക് ഒതുങ്ങി ഇറങ്ങി അങ്ങ് പോവാം. പിന്നെ ഈ വഴി വന്ന് കയറി നമുക്ക് വീടിൻ്റെ അകത്ത് ഇവിടെ ചാടി കയറാൻ വെക്കും. എത്ര ഉള്ളു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ള. അടുത്ത എപ്പിസോഡൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് ആനിമൽസിനെ കൊണ്ടിടാം. ഇവിടെ നമുക്ക് പിഗിനെ കൊണ്ടൊക്കെ ഇടാനുള്ളതാണ്. പിന്നെ ഈ ചെസ്റ്റിലൊക്കെ എന്തെങ്കിലും കൊണ്ടോ ഇവിടെ ഒന്നുമില്ല. എല്ലാം പത്തെടുത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ ഒന്നിനൊരു അതായിട്ടല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോറേജ് സിസ്റ്റം നമുക്ക് ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ. ഈ ചെസ്റ്റൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഒന്നും ഒന്നുമില്ലെന്ന് തോന്നി. ബാലിലും ഒന്നുമില്ല. ഇവിടെ ഒന്നുമില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ള. നിങ്ങളെ വീട് കാണിക്കണം എന്നുണ്ടായിരുന്നു. കാണിച്ച് കുറേ നാളായിട്ട് പറയുകയാണ് വീട് പണിഞ്ഞ്. ഇതാണ് നമ്മുടെ സൈഡ് വ്യൂ. നൈറ്റ് വ്യൂ. നൈറ്റിലാണ് അത് തിളങ്ങി നിൽക്കുന്ന ഒരു വ്യൂ ഉണ്ട് നൈറ്റിൽ. പക്ഷേ അത് നൈറ്റ് എടുക്കാൻ ഒക്കത്തില്ല. കാരണം വീട് ഇടാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് നമ്മുടെ വീടിൻ്റെ മുമ്പിൽ ഈ ഒരു സ്ലാബിൽ ഇരുന്ന് നമുക്ക് ഔട്ട്ഡോർ പറയാം ഇന്നത്തെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ള. നമ്മുടെ വീട് കാണിച്ചു, വീടിൻ്റെ അകം കാണിച്ചു, വീടിൻ്റെ സംഭവങ്ങളെല്ലാം കാണിച്ചു. ഒരാഴ്ച കൊണ്ട് പണിഞ്ഞ സംഭവമാണ്. എനിക്ക് ഫുൾ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. എനിക്കിത് ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നടക്കരുത്. വീഡിയോ ഒക്കെ പടപടാന്ന് വരുന്നതായിരിക്കും. അടുത്ത കുറേ വീഡിയോസ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ബൈ.